എന്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയും എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. എന്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയും എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. 19-ാമത്തെ സങ്കീർത്തനവും 119-ാമത്തെ സങ്കീർത്തനവും ന്യായപ്രമാണ സങ്കീർത്തനങ്ങൾ എന്നാണ് ഈ സങ്കീർത്തനങ്ങളുടെ അപരനാമം. 19-ാമത്തെ സങ്കീർത്തനവും 119-ാമത്തെ സങ്കീർത്തനവും ന്യായപ്രമാണ സങ്കീർത്തനങ്ങൾ എന്നാണ് ഇതിൻ്റെ അപരനാമം. കാരണം വചനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വചനത്തിൻ്റെ പര്യായങ്ങളാണ് നമുക്ക് ഈ രണ്ട് സങ്കീർത്തനങ്ങളിൽ വിശേഷിച്ച് കാണുവാനായിട്ട് പറ്റുന്നത്. തിരുവചനത്തിൻ്റെ വ്യത്യസ്ത പര്യായങ്ങൾ, സാക്ഷ്യങ്ങൾ, പ്രമാണങ്ങൾ, വിധികൾ, ചട്ടങ്ങൾ, കൽപ്പനകൾ, ഇതൊക്കെ തിരുവചനത്തിൻ്റെ പര്യായങ്ങളായിട്ടാണ് ഈ 119-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പല ചിന്തകന്മാരുടെ ഇടയിൽ തന്നെയുണ്ട്. എസ്രാ ശാസ്ത്രിയുടെ ഒരു എഴുത്തായിട്ടോ അല്ലെങ്കിൽ സമാഹരണമായിട്ടോ ഒക്കെ ഇതിനെ കാണുന്നവരുണ്ട്. എന്ത് തന്നെയാണെങ്കിലും തിരുവചനത്തിൻ്റെ ആസ്വാദ്യത, അതിൻ്റെ ശ്രേഷ്ഠത എത്ര വലുതാണ് എന്ന് നമ്മുടെ മുൻപിൽ വരച്ചു കാണിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഈ 119-ാമത്തെ സങ്കീർത്തനം. അതിൻ്റെ 6-ാമത്തെ വാക്യം, നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല എന്നാണ് കാണുവാനായിട്ട് പറ്റുക. ഞാൻ ലജ്ജിച്ചു പോകയില്ല. 119-ാം സങ്കീർത്തനം നമുക്കറിയാം എസ്രാ ശാസ്ത്രിയുടേതാണ് എന്ന് അഭിപ്രായപ്പെടുമ്പോൾ തന്നെ നമുക്ക് എസ്രയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. തൻ്റെ ഗ്രന്ഥത്തിൽ കൂടി അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ബാബിലോൺ പ്രവാസത്തിലോട്ട് കടന്നുപോയിട്ട് മടങ്ങി വരുന്ന ജനതയോട് ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട വ്യക്തികൾ ചെയ്ത കൃത്യങ്ങൾ തിരുവചനത്തിനകത്ത് വളരെ ശ്രേഷ്ഠകരമായിട്ട് കരുതി വച്ചിട്ടുണ്ട്. 3 വ്യക്തിത്വങ്ങൾ. അതിൻ്റെ 1 സെരുബാബേൽ, 2 എസ്ര, 3 നെഹമ്യാവ്. ഇവരെ ഒരർത്ഥത്തിൽ നവോത്ഥാന ത്രയങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. തകർച്ചയിലോട്ട് കൂപ്പുകുത്തിയ ആ ജനതയെ നവോത്ഥാനത്തിലോട്ട് നടത്തുവാൻ ദൈവം ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ച അനുഗ്രഹീതരായ 3 വ്യക്തിത്വങ്ങളാണ് സെരുബാബേല്, യെസ്രായ്, അപ്പോൾ തന്നെ നെഹമ്യാവ്. എന്താണ് ഇവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യം എന്ന് ചോദിച്ചാൽ, സെരുബാബേലാണ് ആലയം പണി പുനഃസ്ഥാപിക്കുന്നത്. ആലയത്തെ പുനഃപ്പണിയാൻ വേണ്ടി ദൈവം ദൗത്യമേൽപ്പിച്ച വ്യക്തിയാണ് സെരുബാബേല്. വീണ്ടും നമ്മൾ മുൻപോട്ട് വന്നാൽ ആരാധനയുടെ പുനഃസ്ഥാപനത്തിനായി ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് യെസ്ര. മതിൽ പണി, ചുറ്റുമതിലിൻ്റെ പണി അറ്റകുറ്റം തീർത്ത് അതിനെ പൂർണ്ണതയിലോട്ട് എത്തിക്കുവാൻ ദൈവം ഉപയോഗിച്ച വ്യക്തിയാണ് നെഹമ്യാവ്. അപ്പോൾ ഇവർ 3 നവോത്ഥാന ത്രയങ്ങൾ എന്നുള്ള നിലയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എസ്രായുടെ പുസ്തകത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ തന്നെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും ഇന്ന് പകലിൽ കടന്നു പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. 2-3 വാക്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വെച്ച് വാക്കുകൾക്ക് വിരാമം കുറിക്കാം. നമ്മൾ ഈ വായിച്ച വാക്യത്തിനകത്ത് 119-ന്റെ 6-ാമത്തെ വാക്യം, നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല. ദൈവവചനത്തോട് ബന്ധപ്പെട്ടുള്ള ഗൗരവമായ ഒരു സത്യമാണ് ഈ ലജ്ജിച്ചു പോകുക എന്നുള്ള പദം. ബൈബിളിൽ പലയിടത്ത് കിടപ്പുണ്ട്. അതിനെയൊക്കെ നമ്മൾ കൂട്ടി വായിച്ച് ഉൾക്കൊള്ളേണ്ട ദൈവിക ആലോചനകൾ അതിനകത്തു നിന്ന് ഉൾക്കൊള്ളണം. 2-3 വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിച്ചു നോക്കിക്കേ. ലജ്ജിക്കാൻ സാധ്യത ഏത് വഴിയിൽ കൂടിയാണ്? ലജ്ജിക്കാതിരിപ്പാൻ എന്ത് ചെയ്യണം? ഞാൻ വാക്യം പറഞ്ഞു നിർത്തുകയാണ്. യിരെമ്യാ പ്രവചനം 17-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ആരാണ് ലജ്ജിക്കാൻ സാധ്യതയുള്ളതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറിയാവുന്ന വാക്യമാണ്. യിരെമ്യാ പ്രവചനം 17-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. അപ്പോൾ യഹോവയെ, ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഏവനും എന്ത് ചെയ്യും? ലജ്ജിച്ചു പോകും. വിശദീകരിക്കുന്നില്ല.
സദൃശവാക്യം 13:18. സദൃശവാക്യം 13:18. അവിടെ കൊടുത്തിരിക്കുന്നത് പ്രബോധനം ത്യജിക്കുന്നവൻ ദാരിദ്ര്യവും ലജ്ജയും വരുമെന്നാണ്. അപ്പോ പ്രബോധനം ത്യജിക്കുന്നവൻ എന്ത് വരും? ലജ്ജ വരാൻ സാധ്യതയുണ്ട്. 1 യോഹന്നാൻ 2:28 വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു വാക്യശകലം കൂടി നമുക്ക് കാണുവാനായിട്ട് പറ്റുന്നുണ്ട്. 1 യോഹന്നാൻ 2:28. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. അപ്പോ അതൊന്ന് തിരിച്ചിട്ടാൽ, അല്ലെങ്കിൽ തിരിച്ചു വായിച്ചാൽ, ദൈവത്തിൽ വസിക്കാത്തവൻ എന്ത് ചെയ്യും? ലജ്ജിച്ചു പോകും. 3 വാക്യങ്ങൾ, അതിന് ഉപഘടകങ്ങളായിട്ട് വാക്യങ്ങളൊക്കെ ചേർത്ത് വെച്ച് വിശദീകരിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിലും ഞാൻ തൽക്കാലം അതിനെ തുനിയുന്നില്ല. യഹോവയെ ഉപേക്ഷിക്കുന്നവർ ലജ്ജിച്ചു പോകും, പ്രബോധനം ത്യജിക്കുന്നവൻ ലജ്ജിച്ചു പോകും. ഇവിടെ നാം വായിച്ചു, കർത്താവിൽ വസിക്കാത്തവൻ എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തരുന്ന ഓരോ വചനത്തിൻ്റെ പ്രഭാഷണങ്ങളും ബുദ്ധിയുപദേശങ്ങളാണ്. നമ്മുടെ തോളിൽ അരികിൽ ഒരാൾ വന്നിരുന്ന് തോളിൽ കൈവച്ച് നമുക്ക് തരുന്ന ബുദ്ധിയുപദേശം പോലെയാണ് ആരിൽ കൂടി ആകട്ടെ നാം കേൾക്കുന്ന ഓരോ തിരുവചന പ്രഘോഷണങ്ങളും നമുക്ക് ദൈവം തരുന്ന ബുദ്ധിയുപദേശങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട്. നമുക്കറിയാം. 20-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 31-ാമത്തെ വാക്യം, അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നതോർത്തുകൊള്ളുവീൻ. മുഴങ്ങുന്ന ഓരോ ദൈവവചനത്തിന്റെ മുൻപിലും നമുക്ക് നമ്മളെ കാണാൻ പറ്റണം, നമുക്ക് നമ്മളെ തിരുത്താൻ പറ്റണം, നമുക്ക് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ പോരായ്മകളും കുറവുകളും കണ്ടുപിടിച്ച് അത് പൂർത്തീകരണത്തിലോട്ട് കൊണ്ടുവരേണ്ടതിനെ പൂർത്തീകരണത്തിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധ്യമാകണം. അതിനായി കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. ഇവിടെ നാം വായിച്ചത് ലജ്ജിച്ചു പോകാനുള്ള 3 സാധ്യതകളാണ്. 2 വാക്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആരും ലജ്ജിച്ചു പോകയില്ല. 34-ാം സങ്കീർത്തനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമുണ്ട്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിങ്കിലേക്ക് നോക്കി ആരും ലജ്ജിതരാകാൻ ദൈവം അനുവദിക്കുകയില്ല. കേവലം നോക്കുക എന്നുള്ളതല്ല, അതിനകത്തെ യഥാർത്ഥ അർത്ഥം ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകാൻ നമ്മുടെ കർത്താവ് അനുവദിക്കുകയില്ല. ഈ വാക്യം പലയിടത്ത് പല നിലകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. റോമാലേഖനത്തിലോട്ട് വരുമ്പോൾ 9:33 ഈ വാക്യം മറ്റൊരർത്ഥത്തിൽ നമുക്ക് കാണുവാനായിട്ട് പറ്റുന്നുണ്ട്. റോമാലേഖനം 9-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യം, ഇതാ ഞാൻ സിയോനിൽ തടങ്ങൽ പാറയും വയ്ക്കുന്നു, അവനിൽ വിശ്വസിക്കാത്തവൻ ലജ്ജിച്ചു പോകയില്ല. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. പല പരിഭാഷകൾ മാറ്റി മാറ്റി വായിച്ചാൽ ചിലടത്ത് പറയുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ധൃതി കാണിക്കുകയില്ല. മറ്റു ചിലടത്ത് പറയുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ധൃതി കാണിക്കുകയില്ല. ഇന്ന് പകലിൽ ഓടിപ്പോകയില്ല, ധൃതി കാണിക്കുകയില്ല, ലജ്ജിച്ചു പോകയില്ല. ആര്? ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവന് ലജ്ജിച്ചു പോകയില്ല. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവം അതല്ലേ? പിന്നിട്ട നാളുകളിലോട്ട് തിരിഞ്ഞു നോക്കിക്കേ. ദൈവത്തിങ്കിലേക്ക് നോക്കിയത് കൊണ്ട്, ദൈവത്തിൽ ആശ്രയം വെച്ചത് കൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് ഇതുവരെ ലജ്ജിക്കാതെ കർത്താവ് നമ്മെ നടത്തിയ വഴികൾ ഓർത്ത് ഇന്ന് പകലിലും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് വകയുണ്ട്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്ക് ചുരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ലജ്ജിച്ചു പോകത്തില്ല, ധൃതി കാണിക്കുകയില്ല, ഓടിപ്പോകയില്ല. ദൈവത്തിലാണ് നമ്മൾ വിശ്വസിച്ചതെങ്കിൽ നമ്മൾ ഒരിടത്തും ആരെയും മറികടക്കാൻ നോക്കേണ്ട കാര്യമില്ല. കർത്താവ് നമുക്ക് വേണ്ടതെല്ലാം നൽകും. വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിനെ നോക്കിക്കേ. അബ്രഹാമിന്റെ ധൃതി കൂടി പോയത് കൊണ്ട് കിട്ടിയ പ്രോഡക്റ്റാണ് ഇസ്മായേൽ, അല്ലേ? വാഗ്ദത്തമുണ്ട്, പക്ഷേ ധൃതി കൂടിപ്പോയി. ധൃതി കൂടിയതിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഒരർത്ഥത്തിൽ ഇസ്മായേൽ. ഹല്ലേലൂയ. ദൈവത്തിൽ
ഈ ദമേശേക്കുകാരനായ എലയാസറിന്റെ അവകാശിയാകുമെന്ന് പറയുമ്പോൾ ദൈവം അബ്രഹാമിനെ എന്ത് ചെയ്തു? കൂടാരത്തിന് വെളിയിലോട്ട് കൊണ്ടുചെന്നിട്ട് പറഞ്ഞു, നിന്റെ സന്തതി ഇവണ്ണമാകും. ആകാശത്തിലേക്ക് നോക്ക്, നക്ഷത്രങ്ങളെ നോക്ക്, അവ എണ്ണാൻ സാധിക്കുമോ? അതിൻ്റെ ഒരു പരമാർത്ഥമായിട്ട് പറഞ്ഞു നോക്കിയാൽ എണ്ണി തീർക്കാൻ പറ്റുമായിരുന്നു അബ്രഹാമിന് നക്ഷത്രങ്ങളെ? ഇല്ല. ദൈവം കൊടുത്ത വാഗ്ദത്തത്തെ ഒരു വേള താനൊന്ന് സംശയിച്ചോ എന്ന് സന്ദേഹിക്കുമാറ് നെഗറ്റീവായിട്ടുള്ള ചില വാക്കുകൾ അബ്രഹാമിൻ്റെ അതരത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവനെ ഉറപ്പിക്കാൻ കൂടാരത്തിന് വെളിയിലോട്ട് ക്ഷണിച്ചു കൊണ്ടുവന്നിട്ട് ആകാശത്തിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, നീ നക്ഷത്രങ്ങളെ കാണുക, നിന്റെ സന്തതി ഈ വണ്ണമാകും. അതിൻ്റെ ഒരു മറുപുറമാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തെ വിശ്വസിച്ചില്ലെങ്കിൽ പലയിടത്തും നക്ഷത്രം എണ്ണേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. തമ്പുരാനാണ് പറഞ്ഞതെങ്കിൽ അത് പൂർത്തീകരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിൽ അടിയുറച്ച് ആശ്രയിച്ച് മുൻപോട്ട് പോയാൽ ഒരിക്കലും നമ്മെ നമ്മുടെ കർത്താവ് ലജ്ജിപ്പിക്കുകയില്ല. വാഗ്ദത്തങ്ങളൊക്കെ ഒരു ഭാഗത്ത് കിടക്കുമ്പോഴും ചില തിരിച്ചടികൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരാം. മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പത്രോസിനോട് പറഞ്ഞു. പക്ഷേ കാലത്തിന്റെ മുൻപോട്ടുള്ള നീക്കത്തിൽ അവൻ മനുഷ്യരെ പിടിക്കുന്നതിന് മുൻപേ സ്ഥാനം മാറിയിരുന്നത് കൊണ്ട് മനുഷ്യരവരെ പിടിച്ചു, അല്ലേ? മനുഷ്യൻ പത്രോസിനെ പിടിച്ചു. അപ്പൊ ദൂത് തിരിച്ചടി പോലെ വന്നു ഭവിച്ചു. പക്ഷേ കാലത്തിന്റെ മുൻപോട്ടുള്ള നീക്കത്തിൽ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞ ദൂത് പെന്തക്കോസ്ത് നാളിൽ പത്രോസിന്റെ ജീവിതത്തിൽ നിവർത്തീപരത്തിൽ വന്നു. ഇടം മാറേണ്ട ദൈവം വിളിച്ചടത്ത് വിശ്വസ്തയോടുകൂടി നിന്നാൽ പറഞ്ഞതൊക്കെ നിവർത്തിച്ചു തരാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം. നമ്മളെ ലജ്ജിക്കാത്ത 3 മേഖലകളുണ്ട്. ഒന്നിലും ലജ്ജിച്ചു പോകുകയില്ല, ഒരിടത്തും ലജ്ജിച്ചു പോകുകയില്ല, ഒരു കാലത്തും ലജ്ജിച്ചു പോകുകയില്ല. വാക്യം നിങ്ങൾക്കറിയാമല്ലോ. ഫിലിപ്പ് ലേഖനം 1:20 നാം വായിക്കുമ്പോൾ പൗലോസോടെ പറയുന്നു, ഒന്നിലും ലജ്ജിച്ചു പോകാതെ വിശ്വസിക്കുക. ഏത് റോളിലും നമ്മെ ലജ്ജിതരാകാതെ നടത്താൻ നമ്മുടെ കർത്താവിന് പറ്റും. ഒന്നിലും നാം ലജ്ജിച്ചു പോകുകയില്ല. രണ്ടാമത്തെ വസ്തുത അപ്പോസ്തല പ്രവൃത്തി 1:8, റോമർ 15:19. ഒരിടത്തും കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത് വിട്ട ആരും ഒരിടത്തും എന്ത് ചെയ്തില്ല? പ്രൈസ് ഗോഡ്. ഒരിടത്തും. യോവേൽ പ്രവചനം 2:26-27, എൻ്റെ ജനം ഒരു കാലത്തും എന്ത് ചെയ്യത്തില്ല? ലജ്ജിച്ചു പോകും.